എടോ, താൻ ടെൻഷൻ ആവണ്ട, അവരവിടെ കാണും. അല്ലെങ്കിലും ഈ അവസ്ഥയില് അവനെന്തിനാ ആദരം കൊണ്ട് അവിടെ ഇറങ്ങിയത്? ഞാൻ പറഞ്ഞതാ സച്ചേട്ടാ, അയാളുടെ പുറകെ ഒന്നും പോണ്ടാന്ന്. ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. നമുക്കൊന്നും സംഭവിക്കില്ല ഈശ്വര. സച്ചേട്ടാ, ഞാനൊരു കാര്യം പറയാം. എൻ്റെ ആദരിക്ക് വല്ലതും പറ്റിയോ? പിന്നെ ധനുഷ് അവന്തിക്കൊന്നും ജീവനോടെ കാണില്ല. ഞാൻ വെച്ചേക്കില്ല ഒന്നിനെ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരു കുഴപ്പം കാണില്ല, താൻ ധൈര്യമായിട്ടിരിക്കും. നമുക്കവരെ കണ്ടുപിടിക്കാം. ആരാ? ആതിരയാ. എടുക്ക്. ഹലോ, നിങ്ങളിത് എവിടെയാ? യോ മോളെ, ഞങ്ങളിതാ എത്തി. സച്ചേട്ടാ, ആതിര, വേഗം പോ. എന്താ എന്ത് പറ്റി മോളെ? എന്റെ അനുപേട്ട ഒന്നുമില്ല. ഞാനൊരു വണ്ടി തട്ടാൻ വന്നപ്പോ ചെറുതായിട്ടൊന്ന് വീണു. ദേ, കൈ കുറച്ച് മുറിഞ്ഞു. അതിനെ ഈ ചേച്ചി വെറുതെ എല്ലാവരെയും വിളിച്ച് ടെൻഷൻ അടുപ്പിക്കുന്ന. ദേ, ഇവിടെ വന്നപ്പോ ഒരു സ്കാനിങ്ങും ഈ വെച്ചേട്ടും. പിന്നെ കുഞ്ഞിന് വല്ലതും പറ്റുമോ നോക്കണ്ടേ? ഡോക്ടർ. അർച്ചനെ, സ്കാനിംഗ് റിപ്പോർട്ടിലെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കാൻ പറയണം. ശ്രദ്ധയില്ലാതെ റോഡിൽ കൂടി നടക്കരുതെന്നും പറയണം. എന്തു വണ്ടിയാ തട്ടിയത്? അത് ഒരു ബൈക്ക് അനുപേട്ട. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആവശ്യമില്ലാതെ അയാളുടെ പുറകെ പോണ്ടാന്നു. നീ എന്തിനാ ആദരം കൂട്ടി നടുറോഡിൽ ഇറങ്ങി നടന്നത്? ഇവളെ കാറിൽ തന്നെ ഇരുത്തിയ പോരായിരുന്നോ? അല്ലെങ്കിൽ തന്നെ ശ്രദ്ധയില്ലേ പെണ്ണിന്? ഞാൻ ശ്രദ്ധിച്ചു തന്നെയാ നടന്നത്. മനസ്സിലായി. നിന്റെ ശ്രദ്ധ കൊണ്ടാണല്ലോ ഇപ്പൊ ഇതൊക്കെ പറ്റിയത്. എന്റെ പൊന്ന് ചേച്ചി, ഞാൻ സൈഡിൽ കൂടെ തന്നെയാ നടന്നത്. ആ ബൈക്കുകാരൻ മനഃപൂർവ്വം ഇടിക്കാൻ വന്ന പോലെ എനിക്ക് തോന്നിയത്. മാറിക്കളഞ്ഞപ്പോ അതിന്റെ ഹാൻഡിൽ തട്ടിയാ ഞാൻ വീണത്. ആതിരയുടെ ഗർഭം അലസിപ്പിക്കാനുള്ള വഴിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എന്തു വന്നാലും അവള് പ്രസവിക്കരുത്. എനിക്ക് അത്രേ ഉള്ളൂ. അവന്തിക പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതി. അതൊക്കെ എന്താ എങ്ങനെയെന്നൊക്കെ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്താൽ മതി. ആതിരയുടെ ഗർഭം അലസണം, എനിക്കത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം എന്നെ ഇനി വിളിക്കാൻ, കേട്ടല്ലോ? നീ ഇതെല്ലാം കൂടെ തല്ലി പൊളിക്കോ? കുറച്ച് നാളായി ഞാൻ ഇതുപോലെ നോങ്ങി വെച്ചിട്ട്. പോട്ടെ പോട്ടെ എന്ന് കരുതും തോറും തലേ കയറുവാ. ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുണ്ട്, എന്നെ എന്ത് പറഞ്ഞാലും എന്നോട് എന്ത് കാണിച്ചാലും ഞാൻ ക്ഷമിക്കൂന്ന്. എന്നോടുള്ള ദേഷ്യം എന്റെ വീട്ടുകാരോട് കാണിക്കരുതെന്ന്. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ?
അർച്ചനെ കൊണ്ട് ഇതിന് സാധിക്കുമായിരുന്നിട്ടും അത് ഇതുവരെ ചെയ്യാതിരുന്നതാണെന്ന് അതിന് ഞാൻ എന്ത് ചെയ്തു എന്നാ? മിണ്ടിപ്പോരുത്. ഇപ്പൊ കാണിച്ചു കൂട്ടിയതിന്മേൽ ഇനിയൊരു വർത്തമാനം പറഞ്ഞ അടിച്ച നിങ്ങളുടെ കാരണം ഞാൻ പോയിക്കും. ഒരടിയുടെ കുറവ് നിങ്ങൾക്കുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതും എന്റെ കയ്യിൽ നിന്ന്. ഇനി എന്റെ അനിയത്തിയുടെ മേലോ അവളുടെ കുഞ്ഞിന്റെ മേലോ നിങ്ങളുടെ നിഴലെങ്കിലും വീണു ഞാൻ അറിഞ്ഞ രണ്ടാമതൊന്നും ഞാൻ ആലോചിക്കില്ല. അതിതുപോലെ രഹസ്യമായിരിക്കില്ല. എല്ലാവരുടെ മുമ്പിലിട്ട് തന്നെ ഞാൻ നിങ്ങളെ തല്ലും. വേണ്ടി വന്ന കൊല്ലും. സ്വന്തം ആവശ്യത്തിന് അനിയത്തിയെ വിൽക്കുന്ന നിങ്ങളെപ്പോലൊരു ചേച്ചിയല്ല ഈ പറയുന്നത്. അനിയത്തിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാവുന്ന ഒരു ചേച്ചിയാണ്. അന്ന് അവളെ താഴെ തള്ളിയിടാൻ നിങ്ങൾ ശ്രമിച്ചു എന്ന് കേട്ടപ്പോ മുതല് ഓങ്ങി വെച്ചതാ ഞാനിത്. രണ്ടാമത് എന്റെ കൈ ഉയരാത്തോണ്ടല്ല ഒന്നിലും ഞാൻ നിർത്തിയത്. അതുകൊണ്ട് ഇവിടെ ഇവിടെ നിർത്തിക്കോണം എന്നോടുള്ള നിങ്ങളുടെ പോര്. മോളെ അവന്തികേ, രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങളിങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞു നിൽക്കായിരുന്നു. എന്താ അച്ഛാ? അവന്തിക ഫ്രീ ആകുമ്പോ ഒന്ന് വാ, കുറച്ച് ഫയലുകളൊക്കെ നോക്കാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആതിരെ ഇനി ഒരു തരത്തിൽ ഉപദ്രവിക്കരുത്. ഇപ്പൊ നടന്നതൊക്കെ ആവർത്തിക്കേണ്ട സാഹചര്യം നിങ്ങളായിട്ടുണ്ടാക്കാതിരുന്ന നിങ്ങൾക്ക് കൊള്ളാം. കൂട്ടുകാരനോടും പറഞ്ഞേക്ക്. തൽക്കാലം പുറത്തേക്ക് ഇറങ്ങണ്ട. നിങ്ങളുടെ മുഖത്തെ എന്റെ വിരല് പതിഞ്ഞു കിടപ്പുണ്ട്. അച്ഛൻ ശ്രദ്ധിച്ചില്ലെങ്കിലും മറ്റാരെങ്കിലും കണ്ട് കാര്യം തിരക്കിയ പിന്നെ മുഴുവനും പറയേണ്ടി വരും. നെല്ലിശ്ശേരിയിലെ മൂത്ത മരുമകൾ അവന്തികയെ ഇളയ മരുമകൾ അർച്ചന അടിച്ചു. പറഞ്ഞ നാണക്കേട് നിങ്ങൾക്ക് തന്നെയാ. ഞാനും നീയും പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ അറിയാതെ നിന്നോട് ഒറ്റയ്ക്ക് നടത്താൻ ശ്രമിക്കാൻ ആര് പറഞ്ഞു? നീ അറിയാതെ ഒറ്റയ്ക്ക് നടത്താൻ ശ്രമിച്ചെന്നോ? അതെന്ത് കാര്യം? നീ ആതിരയുടെ ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചോ? ഓ, അതാണോ കാര്യം? അത് അലസിപ്പിക്കാൻ ശ്രമിച്ചതൊന്നുമല്ല. എന്റെ തന്തയായിട്ട് അഭിനയിക്കുന്നവനെ കാണാൻ പാടില്ലാത്ത രീതിയിൽ ആതിരയും സന്ദീപും കണ്ടു. അയാളുടെ പുറകെ അവർ പോകാതിരിക്കാൻ ഞാൻ വെറുതെ ഒന്ന് പേടിപ്പിച്ചതാ. അവരെ തടയാൻ അർച്ചന കേൾക്കെ ഒരു കുസൃതി ഒപ്പിച്ചു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂന്നോ? നിന്റെ കുസൃതിയുടെ റിസൾട്ടേ ദേ എന്റെ കവിളി കിടപ്പുണ്ട്. ഇതെന്തു പറ്റി? രണ്ടാമത് എന്റെ കൈ ഉയരാത്തോണ്ടല്ല ഒന്നിലും ഞാൻ നിർത്തിയത്. അതുകൊണ്ട് ഇവിടെ ഇവിടെ നിർത്തിക്കോണം എന്നോടുള്ള നിങ്ങളുടെ പോര്. മതിയായോ നിനക്ക്? എന്റെ ജീവിതത്തില് ഞാൻ ഇതുപോലെ അപമാനിക്കപ്പെട്ടിട്ടില്ല. ഒരിക്കലും പ്രതീക്ഷിച്ചതുമല്ല. പലതും പറയാറുണ്ടെങ്കിലും എനിക്കെതിരെ ഇന്നേ വരെ കൈ ഓങ്ങിയിട്ടില്ല അർച്ചന. ഇന്നാതും സംഭവിച്ചു. അറപ്പ് മാറിയ സ്ഥിതിക്ക് ഇനിയും ചിലപ്പോൾ അത് ആവർത്തിച്ചൊന്നും വരും. അതിനേക്കാ ഭേദം ഞാൻ മരിക്കുന്നതാ. എന്നെ കൈനീട്ടി അടിച്ച അവളെ ഞാൻ അനുഭവിപ്പിക്കുന്നുണ്ട്. ഒരടിക്ക് പകരമായി അവക്ക് ഞാൻ തിരിച്ചു കൊടുക്കുന്ന ശിക്ഷ ചെറുതായിരിക്കില്ല.
ഞാൻ കാരണോ നിനക്ക് ഈ അപമാനം ഉണ്ടായത്. അപ്പോൾ അതിന് പകരം തീർക്കേണ്ടത് ഞാൻ തന്നെയാ. ഈ പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം കാണാം. നിന്റെ ദേഹം അവൾ നോവിച്ചെങ്കിൽ അവളെ ഞാൻ ഈ വീട്ടുകാരുടെ മുഴുവൻ മുന്നിൽ നിർത്തി കരയിക്കും. നീ നോക്കിക്കോ, ഇന്ന് രാത്രി ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന്. നീ ഇപ്പോൾ വല്ലതും കഴിക്കുന്നുണ്ടോ? സ്നേഹേ, സ്നേഹേ, നിന്നോടാ ഞാൻ ചോദിക്കുന്നേ. എനിക്ക് വിശക്കുമ്പോ ഞാനായിട്ട് എടുത്ത് കഴിച്ചോളാം. ഏട്ടത്തേക്ക് വേറെ പണിയൊന്നുമില്ലേ? വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളും. കൈയൊടിഞ്ഞിരിക്കുമൊന്നും അല്ലല്ലോ. നീ നിന്റെ കാര്യം നോക്കിയാ മതി, എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. അങ്ങനെ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റിയ എന്തെങ്കിലും നല്ലൊരു കാര്യം ഇപ്പൊ നിനക്കുണ്ടോ? വെറുതെ ഇടപെട്ട് നാണം കെടാന്നല്ലാതെ വേറെന്താ ഗുണം? ഏട്ടത്തി, അനഘയോടൊന്ന് പറയണം, ആവശ്യമില്ലാതെ എന്നോട് വഴക്കിന് വരരുതെന്നും എന്റെ കാര്യത്തിൽ ഇടപെടരുതെന്നും. ഞാനൊന്നും പറഞ്ഞ എന്റെ അനിയത്തി ഇപ്പൊ പഴയ പോലെ കേൾക്കില്ല മോളെ. ഇപ്പൊ അവക്ക് പുതിയ ചില രക്ഷിതാക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവര് പറഞ്ഞാലേ കേൾക്കൂ. പുതിയ രക്ഷിതാക്കളെ കിട്ടിയതുകൊണ്ട് അനഘ ഇപ്പൊ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ആരെയും പേടിക്കാതെ ജീവിക്കുന്നുണ്ട്. ഇനി അനുഭവിക്കാൻ പോകുന്നതേ നീയാ. പറയുന്ന കാര്യം ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ നിന്നെ പിന്നെ ആർക്കും രക്ഷിക്കാനാവില്ല. പറഞ്ഞ കേൾക്കാത്തവരെ എങ്ങനെ നമ്മുടെ വരുതിക്ക് കൊണ്ടുവരാന്ന് ഞാനൊരു പരീക്ഷണം നടത്തിയിരുന്നു. ഉള്ളം കൈയിലെ വേദന ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാനത് ആവർത്തിക്കും. അത് പക്ഷെ രഹസ്യമായിട്ടായിരിക്കില്ല എന്ന് മാത്രം. നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ? ഇല്ല അച്ഛാ, എല്ലാരും വന്നിട്ട് കഴിക്കാന്ന് കരുതി. ആ ധനുഷോ, താനൊന്നും കഴിച്ചില്ലല്ലോ. വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. സർ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. എന്താ ധനുഷിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഞാൻ പറയാം സർ. അതിനു മുൻപ് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കണമെന്നോ? എന്തിന്? അതിന് ധനുഷ് എന്ത് തെറ്റാ ചെയ്ത്? ഞാൻ തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ടാ സാറേ ക്ഷമ ചോദിച്ചത്. ധനുഷ് എന്തൊക്കെയാ പറയുന്നത്? കാര്യം എന്താണെന്ന് തെളിച്ചു പറയും. പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയാം. എനിക്ക് ഈ വിവാഹത്തോട് താല്പര്യമില്ല. എന്നെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് സ്നേഹിക്ക് മറ്റൊരു പയ്യനെ നിങ്ങൾ കണ്ടുപിടിക്കണം. മറ്റൊരു പയ്യനെ കണ്ടുപിടിക്കാനോ? ധനുഷിനെന്താ പെട്ടെന്ന് തോന്നാൻ? രാവിലെ ഞാൻ സാറിനോട് പറഞ്ഞില്ലേ, പല കാര്യങ്ങളും ഈ കുടുംബത്തെ ഓർത്ത് ഞാൻ മിണ്ടാതിരിക്കുകയാണെന്ന്. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോ അത് ശരിയാവില്ലെന്ന് തോന്നി. ഞാൻ സ്നേഹയെ വിവാഹം കഴിച്ചാലും ഞങ്ങളെ സമാധാനമായിട്ട് ജീവിക്കാൻ ചിലരെ സമ്മതിക്കില്ല സാർ. അത് അറിഞ്ഞുകൊണ്ട് ഞാൻ
ഇനി ഈ വിവാഹത്തിന് ഒരുങ്ങുന്നതും സ്നേഹ ചതിക്കുന്നതിന് തുല്യ. അവളെ ചതിക്കാൻ എനിക്കാവില്ല സർ. സ്നേഹ എന്നോട് ക്ഷമിക്കണം. തന്നെ എനിക്ക് വിവാഹം കഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞപ്പോ ഞാൻ വല്ലാതെ എക്സൈറ്റഡ് ആയിപ്പോയി. ഞാനായിട്ട് തനിക്ക് പല മോഹങ്ങളും തന്നു. എനിക്ക് അറിഞ്ഞൂടായിരുന്നോ നമുക്ക് ശത്രുക്കൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. തനിക്ക് നല്ലൊരു ചെറുക്കൻ ഇനിയും കിട്ടും. ഈ വീട്ടിലെ മുഴുവൻ പേരും അംഗീകരിക്കുന്ന നല്ലൊരു ചെറുക്കനെ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. ധനുഷ്, എന്റെ മോളെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളതും ഇല്ലാത്തതും ധനുഷിന്റെ വ്യക്തിപരമായ കാര്യം. എങ്കിലും ഈ വീട്ടിലുള്ളവർ കാരണമാണ് ധനുഷ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ആരെങ്കിലും ധനുഷിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തോ? ചിലതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. എങ്കിലും എല്ലാവരുടെയും മുന്നിൽ ഇപ്പം അത് പറയണം. എന്താണ് ധനുഷ് ഇപ്പോ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാരണം? കാരണം ഒരാളാണ് സർ. അർച്ചന മാഡം. ഞാൻ ഇവിടേക്ക് വന്ന അന്ന് മുതൽ മാഡത്തിന് എന്നെ ഇഷ്ടമല്ല. അതിന്റെ കാര്യം എന്താന്ന് എനിക്കും അറിയില്ല. കാണുമ്പോഴൊക്കെ ദേഷ്യമായിരുന്നു. എപ്പോഴും അങ്ങനെ തന്നെയാ. വിവാഹം തീരുമാനിച്ചത് മുതൽ അത് മുടക്കാൻ വേണ്ടി ഇല്ലാത്ത പല കഥകളും അർച്ചന മാഡം പറഞ്ഞുണ്ടാക്കി. ഇല്ലാത്ത കഥയാ? നിന്റെ ഇല്ലാത്ത എന്ത് കഥയാ അർച്ചന പറഞ്ഞത്? സച്ചി, അയാള് സംസാരിക്കല്ലേ, സംസാരിച്ച് കഴിയട്ടെ. ധനുഷ് പറയും. സർ, വിവാഹം തീരുമാനിച്ചപ്പോ തന്നെ അർച്ചന മേഡം എന്റെ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞതൊക്കെ ഉള്ളതാണെന്ന് അറിയാൻ. പിന്നെ എന്റെ സ്കൂള്, കോളേജ്, എന്തിന് എന്റെ വീടിനടുത്തുള്ള പല സ്ഥലങ്ങളിലും എന്റെ കാര്യങ്ങൾ ചോദിച്ചു നടന്നു. എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ. എന്നോട് പലതവണ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഈ വിവാഹം നടത്താൻ സമ്മതിക്കില്ലെന്ന്. അതുപോലെ സ്നേഹയോടും. മാഡം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അറിഞ്ഞു എന്നെ ചൊല്ലി ഈ വീട്ടിൽ നടക്കുന്ന വഴക്കുകളൊക്കെ. ഇനി അത് വേണ്ട സർ. ഞാൻ കാരണം നിങ്ങൾക്കിടയിലും പരസ്പരം വഴക്കുകൾ ഉണ്ടാവണ്ട. ഞാൻ സ്നേഹം മറന്നോളാം. എന്റെ വീട്ടുകാരൻ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ധനുഷ്, നിക്ക്. സമാധാനമായോ നിങ്ങൾക്ക്? ഇതായിരുന്നില്ലേ നിങ്ങളുടെ ആവശ്യവും? നിങ്ങളുടെ വാശി ജയിച്ചു. ഇനി ഈ നിന്ന് കരയുന്ന പെണ്ണിന്റെ കണ്ണുനീരിന് ആര് സമാധാനം പറയും? അർച്ചന പറയോ? സച്ചി പറയോ? അതോ അനക്ക പറയൂ? ഞങ്ങൾ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. ഈ ബന്ധം മുടങ്ങുന്നോണ്ട് സ്നേഹയ്ക്ക് എന്തുകൊണ്ടും ഗുണമേ ചെയ്യൂ. അത് മനസ്സിലാക്കുമ്പോ അവളുടെ വിഷമം ഒക്കെ അങ്ങോട്ട് മാറിക്കോളും.
സ്നേഹ ഈ കരയുന്നതിന് കാരണം ഏട്ടനും അച്ഛനും അല്ലേ? അതെങ്ങനെ നന്ദേട്ടൻ കാരണമാവും? നിന്റെ ഭാര്യയെ നീ ഇനി സംരക്ഷിക്കണ്ട. സ്നേഹയ്ക്ക് നല്ലൊരു ആലോചന വന്നപ്പോ എല്ലാരും ചേർന്ന് അത് നടത്തി കൊടുക്കേണ്ടതിന് പകരം നിന്റെ ഭാര്യ എന്താ ചെയ്തത്? ഇത് എങ്ങനെയെങ്കിലും മുടക്കാൻ. ദേ, എല്ലാം തികഞ്ഞവരായിട്ട് ആരും ഇല്ല സച്ചി. സ്നേഹയ്ക്ക് വേണ്ടി പിന്നെ നീ ആരെയാ നോക്കിയിരിക്കുന്ന?